26 പേർ കൊല്ലപ്പെട്ടു. 26 പേർ കൊല്ലപ്പെട്ടു. ആദിൽ എന്ന് പറയുന്ന കശ്മീരി യുവാവിന്റെ വീട്ടിൽ മാത്രമാണ് രാഹുൽ പോയത്. അത് എന്തുകൊണ്ടാണ്? ബാക്കി ഈ 25 പേരുടെ വീടുകളും എന്താ രാഹുലിന് കയറി ചെല്ലാൻ കഴിയില്ലേ? അപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത് എന്താ? ബാക്കി 25 പേരും ഭാരതീയരല്ലേ? മാഡം നോക്കൂ, കഴിഞ്ഞ 30 വർഷമായി ആദ്യമായിട്ടാണ് ഭീകരപ്രവർത്തനത്തിനെതിരെ ജമ്മു കാശ്മീരിൽ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകുന്നത്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കരുത്. ശ്രീജി, 26 പേർ കൊല്ലപ്പെട്ടു. അതിൽ ആദിലിന്റെ വീട്ടിലേക്ക് മാത്രമാണല്ലോ രാഹുൽ പോയത്. ബാക്കി 25 പേരുടെ വീടുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല? നോക്കൂ, കഴിഞ്ഞ 30 വർഷമായി പ്രതിനിധീകരിച്ചല്ലോ. കൊച്ചിയിൽ രാമചന്ദ്രൻ എന്ന് പറയുന്ന ബലിദാനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചോ? മിനിമം ലക്ഷക്കണക്കിന് വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് വിട്ടതല്ലേ ഇവിടെ നിന്ന്? അതായത് 30 വർഷമായി കാണാത്ത ഒരു കാഴ്ചയാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കണ്ടത്. കാരണം ഭീകര പ്രവർത്തനത്തിനെതിരെ ശക്തമായ നിലപാട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിച്ചു. അതിനെ നമ്മൾ വിസ്മരിക്കരുത്. ശരി, വിസ്മരിക്കുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് എന്തുകൊണ്ട് വന്നു എന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ വ്യക്തമാക്കും. കശ്മീരിൽ പറയട്ടെ. അതെ, നിങ്ങൾ സമ്മതിച്ചല്ലോ 30 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ട് കണ്ടു. അങ്ങനെ കാണുന്നതിന് കാരണമായത് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതാണ് എന്നതിൽ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? നിങ്ങളുടെ പാർട്ടി പറയുന്നത് അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പൊ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ 30 വർഷം പിന്നോട്ടേക്ക് നടത്താൻ വേണ്ടിയിട്ടാണോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ആദിലിന്റെ വീട്ടിലേക്ക് പോന്നു. അതങ്ങനെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ബാക്കിയുള്ള 26 പേര് 25 പേര് മരണപ്പെട്ടു, വല്ല കുക്കർ പൊട്ടിത്തെറിച്ച് മറ്റേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനിരുന്നപ്പോൾ മരിച്ചാണോ? നിങ്ങൾ എന്താ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇനി ഇവിടെ നിങ്ങൾ മണിപ്പൂരിന്റെ വിഷയം കൊണ്ടുവന്നിട്ടു. മണിപ്പൂരിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കേരളത്തിൽ വഖഫിന്റെ വിഷയം ഉണ്ടായി. ഇത്ര നാളും ഈ വിഷയം ഉണ്ടായിട്ട് ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് അത് അവിടെ സന്ദർശിച്ച് പോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാനുണ്ടാകുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതല്ല വിഷയം. ഞാൻ 3 തവണ നിങ്ങളോട് ആവർത്തി ചോദിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അള്ളാഹു മിത്താണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അവസാനം ഇതേ തീരാറായി, 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാൻ ഇപ്പോഴെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും പറയാൻ പറ്റുമോ ഈ രാമനും ഒക്കെ കണക്കാണ്, അതേപോലെ അള്ളാഹുവും മിത്താണ് എന്ന് ഒഴുക്കമട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് കോട്ടുവായിട്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്കതേ അറിയേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ചർച്ച ചെയ്യാലോ. ഇപ്പൊ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതെ നിങ്ങൾ ഈ പടല തള്ളി നടക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. അള്ളാഹു മിത്താണോ? ഒന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 10, 15, 14 ദിവസത്തിന് മുമ്പുള്ള ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനായി എടുത്തതിന്റെ സാങ്കത്യം എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അന്ന് വേറൊരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് അത് മാറ്റിവെച്ചാണ്. ഇന്നാണ് അത് നീക്കി വെച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നിങ്ങൾ പറയൂ. ഇന്ന് വേറെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവിടെ തൃശ്ശൂർ വരെ നടക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇത് പറയും. വേറെ ഒന്നുമില്ല, എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. നിങ്ങൾ ഈ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. നിങ്ങളുടെ റെഡ് ഹെറിംഗ് ഫാലസി ഇവിടെ എടുക്കില്ല. അതൊരു ന്യായവൈകല്യമാണ്. അത് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്. ഒരു കാര്യം നേരിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്താണ്? ഈ റെഡ് ഹെറിംഗ് ഒന്നും മനസ്സിലാവാത്ത ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ആ നിലവാരം വെച്ച് ബാക്കിയുള്ളവരെ അളക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ പച്ചയ്ക്ക് പറയും. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പറയൂ, എന്താണ് ഒരു ശാസ്ത്രീയമായിട്ടോ ഏതെങ്കിലും ചരിത്രപരമായിട്ടോ നമുക്ക് അതിനെ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒറ്റവാക്കി പറയുന്നത് ഇതുപോലെ കാര്യമല്ല. നമുക്ക് ശാസ്ത്രീയപരമായിട്ടോ ചരിത്രപരമായിട്ടോ എന്തെങ്കിലും പറയൂ. ചരിത്രപരമായിട്ട് അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ രാമൻ എന്താ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അതെന്തിന്റെ വിഷയം? ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ അള്ളാഹുവിനെ ഫിക്സ് ചെയ്യൂ, എന്നിട്ട് പറയൂ. അത് നമ്മുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് സുദീർഘമായിട്ടുള്ള ഒരു നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിലേക്ക് അള്ളാഹുവിനെ ഒന്ന് തിരുകൂ. അള്ളാഹുവിനെ തൽക്കാലം ആ ഷൂലേക്ക് ഒന്ന് ഇറക്കി വെക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ. രാഹുൽ ഗാന്ധിയോട് ചോദിച്ച സുദീർഘമായ ഒരു ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം ഞാനൊരു കോണ്ടെക്സ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ ആ കോണ്ടെക്സ്റ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പഹൽഗാമിൽ ഒരു അക്രമം ഉണ്ടാകുന്നു. 26 പേരെ മുണ്ട് പൊക്കി നോക്കിയിട്ട് മുസ്ലിം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് കലിമ ചൊല്ലിച്ചിട്ട് കൊല്ലുന്നു. ആ സംഗതി അതൊരു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു രീതിയാകുന്നു. അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം ആകുന്നു. അതിന്റെ പിന്നിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയും അള്ളാഹു ഒക്കെ ആകുമ്പോ ആ അള്ളാഹു അത് കുഴപ്പക്കാരനാണോ? അല്ലേ?
ആ നബി കുഴപ്പക്കാരനാണോ അല്ലേ, അതൊരു മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, അതിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു, അത് റെലവൻസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ, അത് ശരിയാണോ അല്ലേ, അത് മിത്താണോ അല്ലേ? നിങ്ങൾ പറയൂ. നോക്കൂ ശ്രീ ആരിഫ്, അതിന് വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ കഴിയും. പറയൂ. അത് ഗവൺമെന്റ് അക്കാര്യം പരിശോധിച്ച് ഗവൺമെന്റിനെ വിടൂ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റിന്റെ കാര്യം അവർക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. മോദി അവിടെ തലകുത്തി അവിടെ എന്താണ് മണ്ണപ്പം ചുട്ട് കളിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. മോദി മണ്ണപ്പം ചുട്ട് കളിക്കട്ടെ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കാര്യം നിങ്ങൾ പറയൂ. നിങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ, അതിന്റെ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയൂ. ഈ പറയുന്ന സാഹചര്യത്തിൽ, ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ അള്ളാഹു മിത്താണോ അല്ലേ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി വരുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ അല്ലാഹുവിനെതിരെയോ യേശുക്രിസ്തുവിനെതിരെയോ ഒരു വാക്ക് ഉരിയാടാനുള്ള ത്രാണിയില്ല.